ഇന്ത്യ US കരാർ യാഥാർത്ഥ്യമായി എന്നതിൽ ആഹ്ലാദവും വിമർശനവും ഉയരുന്നുണ്ട്. വാർത്ത പുറത്തുവന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത് പറഞ്ഞപ്പോൾ മാത്രമാണ്. ട്രൂത്ത് സോഷ്യൽ എന്ന സ്വന്തം സാമൂഹ്യ മാധ്യമ സംവിധാനം വഴിയാണ് മറ്റെല്ലായ്പ്പോഴത്തെയും പോലെ ഈ അവകാശവാദം ട്രംപ് ഉന്നയിച്ചത്. കരാറിൽ ഇരു രാജ്യങ്ങളും സംയുക്തമായി നടത്തേണ്ട പ്രഖ്യാപനം ഏകപക്ഷീയമായി എന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം ആരോപിക്കുന്നത്. ട്രംപ് അപ്പുറത്ത് നിൽക്കുമ്പോൾ മറ്റെന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന മറുചോദ്യവുമുണ്ട്. അടുത്തിടെ അമേരിക്കയുമായി ബന്ധപ്പെട്ട് ലോകത്ത് എന്ത് നടന്നാലും അതേക്കുറിച്ച് ആദ്യം പറയുക ഡൊണാൾഡ് ട്രംപ് ആകും. അത് അവകാശവാദമായാലും വെളിപ്പെടുത്തലായാലും വിമർശനമായാലും. ട്രംപിന്റെ പല അവകാശവാദങ്ങളും സത്യവുമായി സന്ധിയില്ലാത്ത സമരത്തിലാണ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യ US കരാറിന്റെ ഭാഗമായി റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന ട്രംപിന്റെ വാക്കുകളാണ് ഇതിൽ ഒടുവിലെത്തിയത്. അങ്ങനെ ഒരു നീക്കമുണ്ട് എന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. റഷ്യയ്ക്ക് അങ്ങനെ ഒരു അറിവുമില്ല. അപ്പോൾ ട്രംപ് പറഞ്ഞത് സ്വന്തം ആഗ്രഹം മാത്രമായിരുന്നു. പലവിധ അവകാശങ്ങളും ഇന്ത്യ അമേരിക്ക കരാറിന്റെ ഭാഗമായി വന്നു. 500 ബില്യന്റെ വലിയ സംഖ്യയൊക്കെ അതിലുണ്ട്. കരാറിനെ കുറിച്ച് പറയുന്നതിലും പ്രധാനം 50% തീരുവ എന്നത് 18% അമേരിക്ക കുറച്ചതാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ അവസാനിപ്പിച്ചത് പരിഗണിച്ചാണ് തീരുവ ശിക്ഷ വേണ്ട എന്ന് വെച്ചത് എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇന്ത്യ ഇത്തരത്തിൽ പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴിതാ റഷ്യ അത് നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. രാജ്യത്ത് നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിൽ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക പ്രസ്താവനകളോ അറിയിപ്പോ ലഭിച്ചിട്ടില്ല എന്നാണ് റഷ്യ പറയുന്നത്. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ നിർത്താൻ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് പിന്നാലെയാണ് റഷ്യയുടെ ഈ പ്രതികരണം. റഷ്യൻ എണ്ണയ്ക്ക് പകരമായി US നിന്നും വെനസ്വലയിൽ നിന്നും കൂടുതൽ എണ്ണ വാങ്ങാൻ ഇന്ത്യ സമ്മതിച്ചുവെന്നും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇതിനാലാണ് റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് ഇന്ത്യക്ക് ഏർപ്പെടുത്തിയ 25% അധിക തീരുവ ഒഴിവാക്കിയത് എന്നായിരുന്നു ട്രംപിന്റെ അവകാശവാദം. ഇന്ത്യ അമേരിക്ക കരാറിൽ ഏറ്റവും അവിശ്വസനീയം 500 ബില്യൺ അഥവാ 50,000 കോടി ഡോളറിന്റെ കണക്കാണ്. ടാരിഫ് ഏർപ്പെടുത്തുന്നതിന് മുൻപ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ഒരു വർഷത്തെ വ്യാപാരം എന്നത് 200 ബില്യൺ ഡോളറിന്റേതായിരുന്നു. ഇപ്പോൾ അത് 500 ബില്യൺ രൂപയുടെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുമെന്ന് ട്രംപ് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. ഇതിൽ ഇന്ത്യ ഇതുവരെ വ്യക്തത വരുത്തിയിട്ടില്ല. യുഎസിന്റെ പക്കൽ നിന്ന് ഊർജം, സാങ്കേതികവിദ്യ, കാർഷിക ഉൽപ്പന്നങ്ങൾ, കൽക്കരി, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവ വാങ്ങുന്നത് ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഇന്ത്യ സമ്മതിച്ചതായും ട്രംപ് പറയുന്നു. പക്ഷേ കണക്കങ്ങോട്ട് ശരിയാകുന്നില്ല. ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായി കോടിക്കണക്കിന് രൂപയുടെ വ്യാപാരമുണ്ട്. പ്രത്യേകിച്ചും അമേരിക്കൻ താരിഫ് വന്നതിന് ശേഷം. പുതിയ വ്യാപാര പങ്കാളികളെ കണ്ടെത്തി കരാർ ഉറപ്പിച്ച ശേഷം അമേരിക്കയുടെ മാത്രം ഉൽപ്പന്നങ്ങൾ വാങ്ങും എന്ന് പറയാനാകില്ലല്ലോ. അതുമാത്രമല്ല, അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ 18% തീരുവ നൽകണം. എന്നാൽ യൂറോപ്യൻ യൂണിയനുമായുള്ള വമ്പൻ കരാർ പ്രകാരം ഒരു തീരുവയും പരസ്പരം ഏർപ്പെടുത്തിയിട്ടുമില്ല. യൂറോപ്യൻ യൂണിയന്റെ അംഗങ്ങളായ 27 രാജ്യങ്ങളിലേക്കും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ തീരുവയില്ലാതെ കയറ്റുമതി ചെയ്യാം. അമേരിക്കയെ ഒഴിവാക്കിയുള്ള ഒരു ലോകഘടന രൂപപ്പെട്ടു വരുന്നു എന്ന് തോന്നിക്കുന്ന ഒരു വമ്പൻ കരാർ ഉള്ളപ്പോൾ എന്തിന് ഇന്ത്യ അമേരിക്കയെ മാത്രം ആശ്രയിക്കണം? ട്രംപിന്റെ ഭരണകാലത്ത് അമേരിക്കയ്ക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് ചോദിച്ചാൽ ആ നീണ്ട പട്ടികയിൽ ആദ്യത്തേത് വിശ്വാസ്യത എന്നതാകും. ഒപ്പം നിൽക്കുന്നവരെ പോലും പല കാരണങ്ങൾ പറഞ്ഞ് കഷ്ടപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. നാറ്റോ സഖ്യരാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള ഗ്രീൻലൻഡ്, അമേരിക്ക എന്ന ശരീരത്തിന്റെ അവയവമായി നിലകൊള്ളുന്ന കാനഡയ്ക്ക് മേലുള്ള തീരുവ തുടങ്ങിയവ ഉദാഹരണങ്ങളാണ്. ആ സാഹചര്യത്തിൽ അമേരിക്കയെ ഇന്ത്യ എങ്ങനെ വിശ്വസിക്കും? റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ട്രംപ് പൊട്ടിച്ച ഈ വെടി ആദ്യത്തെയോ അവസാനത്തെയോ അല്ല എന്ന് മനസ്സിലാക്കണം. ലോകത്ത് 8 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു എന്ന വാദമാണ് ഏറ്റവും ആവർത്തിക്കപ്പെടുന്നതും വിദേശകാര്യ വിദഗ്ധരെ അതിശയിപ്പിക്കുന്നതും. അവരുടെ അറിവിൽ ഇല്ലാത്ത യുദ്ധങ്ങളും ട്രംപ് അവസാനിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ പാക് യുദ്ധവും അവസാനിപ്പിച്ചുവെന്ന അവകാശവാദവും ആവർത്തിക്കപ്പെടുന്നുണ്ട് ട്രംപ് ഇപ്പോഴും. പക്ഷേ അത് ഇന്ത്യ ഇതുവരെ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. ട്രംപിന്റെ ആ ഈഗോ ക്ഷീണത്തിനുള്ള ശിക്ഷ കൂടുതൽ തീരുവ എന്നതിലൂടെയായിരുന്നു. ഇപ്പോൾ യാഥാർത്ഥ്യമായ ഇന്ത്യ അമേരിക്ക കരാർ വൈകിയതിന് പിന്നിലും ഈഗോ തന്നെയെന്ന് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കാൻ 25% തീരുവ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയിരുന്നു. അമേരിക്കയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടാൽ തീരുവയിൽ ഇളവുണ്ടാകും. അതായിരുന്നു തന്ത്രം. അതായത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ മറ്റ് രാജ്യങ്ങൾ വലിയ തോതിൽ ഇറക്കുമതി ചെയ്യണം. ആ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ വിൽക്കണമെങ്കിൽ അമേരിക്കയ്ക്ക് തീരുവ നൽകണം. അമേരിക്കയുമായി കരാറിൽ ഏർപ്പെട്ടാൽ തീരുവ കുറച്ചു കൊടുക്കും. ട്രംപിന്റെ ആ മഹാമനസ്കത എല്ലാവരും അംഗീകരിക്കണം. അങ്ങനെ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ നടപ്പാക്കണം.
മറ്റുള്ളവരെ ശിക്ഷിച്ചുകൊണ്ട് സ്വന്തം വാശിയും താല്പര്യങ്ങളും നടപ്പാക്കി ലോകത്തെ അമേരിക്കയുടെ കാൽ കീഴിൽ കൊണ്ടുവരാം എന്നാണ് എന്തിലും ബിസിനസ്സും ലാഭവും മാത്രം കാണുന്ന ഡൊണാൾഡ് ട്രംപ് കണക്ക് കൂട്ടിയത്. പക്ഷേ ആ തന്ത്രം ചൈനയോടും റഷ്യയോടും ഇന്ത്യയോടും ഒന്നും തുടക്കത്തിലേ നടപ്പിലായില്ല. വൈകാതെ യൂറോപ്യൻ യൂണിയനും ഇടഞ്ഞു. ചില ചെറു രാജ്യങ്ങൾ അമേരിക്ക പറഞ്ഞെടുത്ത് ഒപ്പിട്ട് പ്രശ്നങ്ങളില്ലാതെ രക്ഷപ്പെട്ടു. ശ്വാസമെടുക്കുന്ന ഇടവേളയിൽ നിലപാടുകൾ മാറ്റുന്ന ട്രംപ് ഇടഞ്ഞ കൊമ്പന്മാരുടെ കണ്ണുകളിൽ തോട്ടിക്കയറ്റാൻ നോക്കി പരാജയപ്പെട്ടു. സാമം വേദം എന്ന് വേണ്ട എല്ലാ തന്ത്രങ്ങളും പയറ്റിയിട്ടും ചൈനയും റഷ്യയും ഇന്ത്യയും പിടികൂടത്തില്ല. ചൈനയോട് പിണങ്ങി നോക്കി. സെമി കണ്ടക്ടറുകൾ ഇല്ലാതെ രാജ്യത്തിന് മുന്നോട്ട് പോകാനാകില്ല എന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ പ്രസിഡന്റ് മയപ്പെട്ടു. ഉക്രൈനുമായുള്ള റഷ്യൻ യുദ്ധം അവസാനിപ്പിച്ചുവെന്ന് വരുത്തി അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തി. ഒന്നും സംഭവിച്ചില്ല. റഷ്യയെ വരുതിയിലാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായി. ഇതിനിടെ വ്യാപാര കരാറിൽ ഏർപ്പെടാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിക്കുന്നതും കാത്ത് ദിവസങ്ങളോളം ഇരുന്നു ട്രംപ്. പക്ഷേ ഡൽഹിയിൽ നിന്നുള്ള കോള് വന്നില്ല. ട്രംപ് 2 പ്രാവശ്യം ഡൽഹിയിലേക്ക് വിളിച്ചു. മോദി ഫോൺ എടുത്തില്ല. എന്നാൽ പിടിച്ചോ 25% അധിക തീരുവ. പക്ഷേ ഈ കാരണം പുറത്തു പറയാൻ കഴിയില്ലല്ലോ. അങ്ങനെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു എന്ന പേരിൽ 25% അധിക തീരുവ ഏർപ്പെടുത്തി. പക്ഷേ ഇന്ത്യക്കൊരു കുലുക്കവും ഉണ്ടായില്ല. റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്ന ചൈനയ്ക്കില്ലാത്ത തീരുവ അങ്ങനെ ഇന്ത്യക്ക് മേൽ വന്നു. അമേരിക്ക ഇപ്പോഴും റഷ്യയിൽ നിന്ന് വളവും മറ്റും വാങ്ങുന്നുണ്ട്. ചുരുക്കത്തിൽ ട്രംപിന്റെ ഈഗോയെ തൃപ്തിപ്പെടുത്തിയാൽ എല്ലാ രാജ്യത്തിനും സുഖമായി കാര്യങ്ങൾ നടത്താം. പക്ഷേ അതൊരു ഗ്യാരണ്ടിയല്ല. കാരണം ലോകം ട്രംപിന് ചുറ്റുമാണ് തിരിയുന്നത് എന്ന് ഇടയ്ക്കിടെ പ്രസിഡന്റ് തന്നെ ഓർമ്മിപ്പിക്കും. നിങ്ങൾ അടിമകളാണ് എന്ന ഓർമ്മപ്പെടുത്തൽ ഇടയ്ക്കിടെ ഉണ്ടാകും. ഇതിനിടെ കരാറിന്റെ ഏകദേശ രൂപമായപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ വിളിച്ചു. ക്ഷിപ്രപ്രസാദിയായ ട്രംപ് ഉടനെ കരാർ അംഗീകരിച്ചു. തൊട്ടുപിന്നാലെ ഏകപക്ഷീയമായി അത് ലോകത്തോട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഡൊണാൾഡ് ട്രംപ് തനി ട്രംപായി നടത്തിയ ഇന്ത്യ അമേരിക്ക കരാറിലെ മിക്കവാറും എല്ലാ കണക്കുകളും തെറ്റാണ് എന്ന് വിദഗ്ധരും വിലയിരുത്തുന്നു. 80 വർഷം മുമ്പുണ്ടായ പാകിസ്ഥാനുമായി ഇന്ത്യ 1000 വർഷമായി യുദ്ധത്തിലാണ് എന്ന ട്രംപിന്റെ മുൻ പരാമർശം ഇവർ ചൂണ്ടിക്കാട്ടുന്നു. എന്തായാലും ഇപ്പോൾ ഇന്ത്യ ചൈനയുമായും റഷ്യയുമായും അടുത്തത് അമേരിക്ക ഈ 3 കൂട്ടരെയും വെറുപ്പിച്ചതുകൊണ്ടാണ്. എന്നും ഒപ്പം നിന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെ തിരിഞ്ഞപ്പോൾ ഇന്ത്യയുമായി ഉൾപ്പെടെ വ്യാപാരം ശക്തമാക്കി ലോകം അമേരിക്കയെ ഒറ്റപ്പെടുത്തി. കളിച്ച കളി ബൂമറാങ്ങായെന്ന് മനസ്സിലാക്കി ലോകത്തിന് മുന്നിൽ വിജയി എന്ന് കാട്ടാനാണ് വേഗത്തിൽ ഇന്ത്യ അമേരിക്ക കരാർ ഒപ്പിട്ടത് എന്ന് വിദേശകാര്യ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ശക്തരല്ലാത്ത ചില രാജ്യങ്ങൾ മാത്രമാണ് അമേരിക്കയ്ക്ക് മുന്നിൽ ഓച്ചാനിച്ചു നിൽക്കുന്നത്, പാകിസ്ഥാൻ ഉൾപ്പെടെ. താരിഫ് ഏർപ്പെടുത്തിയപ്പോഴും റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ താരിഫ് വീണ്ടും ഉയർത്തിയപ്പോഴും ഇന്ത്യ പ്രകോപനപരമായ പ്രസ്താവനകൾ നടത്തിയില്ല. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ വിപണി കണ്ടെത്തി അമേരിക്കയെ അവഗണിച്ചു. നിവൃത്തികെട്ട അമേരിക്ക ഇന്ത്യ പറയുന്ന പോലെ കാര്യങ്ങൾ നടന്നാലും കരാറിൽ എത്തിയാൽ മതി എന്ന നിലപാടിലെത്തി. കാർഷിക വിപണിയും പാലുൽപ്പന്ന വിപണിയും അമേരിക്കയ്ക്ക് മുന്നിൽ കൊട്ടിയടച്ചു ഇന്ത്യ. അതും അംഗീകരിച്ചാണ് കരാറിൽ ഒപ്പിട്ടത്. അങ്ങനെ ട്രംപ് പൊട്ടിച്ച മറ്റൊരു ബോംബും കൂടി ചീറ്റിപ്പോയി എന്ന് പറയാം. ട്രംപിന് ഇനി 4 വർഷം കൂടിയുണ്ട് ഭരിക്കാൻ. ഇക്കാലയളവിൽ ഇറാൻ ആക്രമണം പോലുള്ള ബുദ്ധിമോശം നടത്തുമോ അതോ വെറും വീമ്പ് പറച്ചിൽ ശീലമാക്കി ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് കാലാവധി പൂർത്തിയാക്കുമോ എന്ന് കാത്തിരുന്ന് കാണാം.